ഫൈനലി ഇന്നലെ മുതൽ നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ ഫുൾ കോലം. ഇതൊരു കോലം കെട്ടലാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ തങ്കം. നല്ല അഭിപ്രായമുണ്ട്. ചേച്ചിയുടെ കല്യാണം എന്ന് ഉറപ്പിക്കാണ്. അവന് സന്തോഷായി, അവന് ഫ്രീഡം കിട്ടുന്നു. സന്തോഷമുണ്ട്, എന്നാലും സന്തോഷമുണ്ട്. പിന്നെ അളിയൻ ചില വാക്കുകൾ പാലിച്ചിട്ടില്ല, അതിൽ നമ്മൾ ഖേദം പ്രകടിപ്പിക്കുന്നു ഈ വീഡിയോയില്. അത് ഞാൻ മാത്രം ഷർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കണ്ടറിയാം. അതെ, അയ്യോ അങ്ങനെ അല്ല, പണിയാകുമ്പോ രണ്ടുപേർക്കും കൊടുക്കണല്ലോ. രണ്ടുപേർക്കല്ല, ആഷിക്കിന് മാത്രം. ആഷിക്കിന് അല്ലേ ടാർഗറ്റ്? ആഷിക്കാണ്, ആഷിക്കിനെ. അതെ, പക്ഷെ ആഷിക്കാനുള്ളതല്ല, അതും ചേച്ചിക്കുള്ളതല്ലേ. ഐസ് ഫ്രൂട്ടിന്റെ നല്ല ക്ലാസ് എടുക്കലുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഗൈസ്? വെരി ഹാപ്പി, സോ ഹാപ്പി. നിങ്ങൾ രണ്ടുപേരും റോസ്റ്റ് ചെയ്യണം, സെറ്റാണ്. നന്നായി റോസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്റെ വക പ്രത്യേക സമ്മാനം, പാരിതോഷികമുണ്ട്. എനിക്കായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പോയിട്ട് കാണാം. ഞാൻ എന്നെ തന്നെ നോക്കുന്നു. അതെ, പ്രപ്പോസ് ചെയ്യണം. ആഷിക്ക് പ്രപ്പോസ് ചെയ്താൽ മാത്രമേ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുള്ളൂ. ഇന്ന് പ്രപ്പോസ് ഡേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് ഒത്തിരി സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് ആഷിക്കേട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ കുറച്ച് സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ആഷിക്കേട്ടനുള്ളത് കാരണം എനിക്ക് ടെൻഷൻ ഇല്ല കേട്ടോ. മറ്റേ പെണ്ണ് കാണലിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് ടെൻഷനില്ല, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ, ഇതൊക്കെ അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വരെയുള്ള വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇത് ഫെബ്രുവരി 8-ാം തീയതി നടന്നിട്ടുള്ള പ്രോഗ്രാമാണ്. സൺഡേ തന്നെയായിരുന്നു നമ്മുടെ ചെറുക്കൻ വീട് കാണൽ പരിപാടി. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്, സന്തോഷത്തിൽ നിൽക്കുകയാണ്. നമ്മളൊരു ഗ്രീൻ തീമിലാണ് കേട്ടോ എല്ലാവരും. അതിൽ കുഞ്ഞമ്മായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗ്രീൻ തീമിലായതാണ്. അപ്പം ഒരുപാട് സന്തോഷം, ഹാപ്പിനെസ് ആയിട്ടുള്ള ദിവസങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഡ്രസ്സ് എൻ്റെയും അതുപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, എക്സൈറ്റ്മെൻറ്റുകളൊക്കെ കമൻസിലൂടെ ഷെയർ ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പെണ്ണ് കാണൽ ഒരു റാൻഡം വീഡിയോ ആയിരുന്നു, പക്ഷെ ഇതാണ് എൻ്റെ ആഷിക്കേട്ടൻ. ഓക്കെ, ആഷിക്കേട്ടൻ കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് ആകെ മാറിപ്പോയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. പെണ്ണ് കാണൽ കഴിഞ്ഞു, ഇത് ചെറുക്കൻ വീട് കാണലാണ്. ഇനി എൻഗേജ്മെൻറ്റിനൊക്കെ നമുക്ക് അത്യാവശ്യം ടൈമുണ്ട് കേട്ടോ. എൻഗേജ്മെൻറ്റ്, കല്യാണം, ഇതിനൊക്കെ അത്യാവശ്യം ടൈമുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഫാമിലീസ് മീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ, നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പം ആഷിക്കേട്ടനെ ഒഫീഷ്യലി ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ടുള്ള ഗിഫ്റ്റുകൾ, കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടാണ് ഇന്ന് എനിക്ക് കുറച്ചും കൂടിയും കോൺഫിഡൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. ഇന്നിവിടെ നടക്കുന്നത് ആഷിക്കിന്റെ ചെക്കൻ കാണലാണ്. അപ്പൊ അത് ചെക്കനെ കാണാം. ആഷിക്ക് എല്ലാരും കൈയടിച്ച് ചെക്കനെ വേദിയിലേക്ക് അടുത്ത് ഇപ്പൊ ചോദിക്കണ്ട, എല്ലാരും വിളിച്ചിട്ട് ചോദിക്കണ. ഫാമിലി വന്നിട്ടുള്ളൂ. ചെക്കൻ്റെ അച്ഛൻ, ചെക്കൻ്റെ അച്ഛൻ, ചെക്കൻ്റെ അമ്മ. ഇത് ചെക്കൻ്റെ അമ്മയാണ് കേട്ടോ, പെങ്ങളല്ല. നേരത്തെ ചെക്കൻ്റെ പെങ്ങൾ, ഒരേ ഒരു പെങ്ങളാണ്. ചെക്കൻ്റെ അളിയൻ. കൈയടിക്ക്. ഇത് വെറും അളിയനല്ല, ഞങ്ങളെ പൂക്കലിയൻ, കണ്ണാട്ടിന്റെ ഐസ് ഫ്രൂട്ട്. ഓക്കെ, ഇനി ഞാൻ ആദ്യമായിട്ട് ചെക്കനെ കാണാൻ പോവാ. വിളിക്കാം. ചക്കു വാ, ആഷിഖ് വാ. ചക്കുവിന്റെ ഫാമിലിനെ ചക്കു തന്നെ വിളിക്കണതായിരിക്കും. ശരി, അഞ്ജന. അഞ്ജന, ചക്കുവിന്റെ അച്ഛൻ. ചക്കച്ചൻ.
ചക്കുവിന്റെ സുന്ദരിയും സുമുഖിയുമായ അമ്മ. നേരത്തെ പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് ടെൻഷനായിരുന്നു. അടുത്തത് അനന്തു. മതിയാ? അതെ. ഞങ്ങളുടെ ഞങ്ങളെ വെൽക്കം ചെയ്തിരിക്കുന്നു. മരുമകൻ ഞങ്ങൾ പറയില്ല, മേടിച്ചോ? അലയില് വെൽക്കം. ചെറിയ ചെറിയ കുഞ്ഞി കാര്യങ്ങള്. ഓക്കെ, ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ ഒരു ഡേ, പ്രത്യേക സ്പെഷ്യൽ ഡേ ആയിരുന്നല്ലോ. ഇന്നലെ ഒരു ഡേ ആയിരുന്നു. ഇന്നലെ ഫെബ്രുവരി 7 അല്ലേ കെട്ടിച്ചേ? ഇന്നലെ എന്ത് ഡേ ആയിരുന്നു? സാറ്റർഡേ. സാറ്റർഡേ റോസ് ഡേ. റോസ് ഡേ. റോസ് കൊടുത്താ? റോസോ മിഞ്ഞാന്നായിരുന്നു. ഇന്നലെ കണ്ടോ? കൊടുത്താ? റോസ് കൊടുത്തില്ലേ? ഇന്നെന്താ പ്രത്യേകത? ഇന്നെന്താ പണി? ഇപ്പൊ വന്നെന്തെങ്കിലും? അല്ല, വേറെ എന്തൊരു ഡേ ഉണ്ടല്ലോ. നോ ചോക്ലേറ്റ്. വേറെ പ്രപ്പോസൽ ഡേ. അപ്പൊ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. പ്രപ്പോസ് ഡേ ആണെന്ന്. അപ്പൊ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ചക്കു പ്രപ്പോസ് ചെയ്തേ. ചക്കല്ല, ഞാൻ പ്രപ്പോസ് ചെയ്യാം. ചക്കു കൺവിൻസ് ആവണം. അവള് യെസ് പറയണം. കൺവിൻസ് ആവണം വരെ തണയുക ആണ്. നിങ്ങൾ തണയുക. കൺവിൻസ് ആവണ. മേടിക്കരുത്. പറഞ്ഞോളൂ. എന്ത് പറയാൻ? അതെ, പ്രപ്പോസ് ചെയ്യാനാ? ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. റൂൾസ് ഉണ്ട്. കഴിഞ്ഞു. ഇവിടെ നോക്കൂ. നിനക്ക് എന്തുകൊണ്ടിരിക്കും? നോക്കൂന്നേ, ഒന്ന് തിരിഞ്ഞു നോക്കൂന്നേ. കൺവിൻസ് ആയില്ലേ? എന്താ പറയണ്ടേ? ഒന്ന് തിരികെ കുട്ടിയെ. പ്രപ്പോസ് ചെയ്യണ? ഐ ലവ് യു. ചക്കു തിരി. മതി. സമയക്കണ? എന്തോ അതെ. എന്ത്? അതെ, പറഞ്ഞു. ചക്കു തിരിഞ്ഞോളൂ. അത് അതെ. എന്ത് പറയണ്ടേ? ചക്കു ഐ ലവ് യു. ഒന്ന് തിരിയോ? മതി, ഇത്ര മതി. മതി. ഇഷ്ടപ്പെട്ടിരിക്കും. അത്ര മതി. സ്ട്രോങ് ആയിട്ട് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട്
കൺവിൻസ്ഡായി കൺവിൻസായി അത്ര ഞാൻ പറഞ്ഞ അല്ല ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയല്ല. എന്റെ സ്വപ്നത്തിലെ രാജകുമാരനായിട്ട് കണ്ടു ആ മുഖം ഇതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണോ ചേട്ടാ? ചെക്കനെ വേണ്ടി രണ്ട് നല്ല വാക്ക്. രണ്ടല്ല കുറച്ചധികം പറഞ്ഞു. അയ്യോ രണ്ടര പറയാൻ പറ്റുള്ളൂ. ഏതാണ് രണ്ട് വാക്ക്? രണ്ട് വാക്ക് കേക്കട്ടെ. നല്ല കുട്ടിയാണ്. കുറച്ചുകൂടെ പറയും. നാളായി പറയും. ഇതൊക്കെ ഞാൻ എങ്ങനെ പറയൂ? പറയൂ. കൊറേ ഉണ്ട്, പക്ഷെ പെട്ടെന്നൊന്നും വരുന്നില്ല. അതെ, ചക്കു ഭയങ്കര എക്സ്പ്രസീവ് ആണ്. അയ്യോ ഭയങ്കര എക്സ്പെൻസീവ് അല്ല, എക്സ്പ്രസീവ് ആണ്. പിന്നെ ഭയങ്കര സ്നേഹാണ് കേട്ടോ. രണ്ടുമൊക്കെ കേട്ടോ, അത്ര മതി. അത് അത്രയും മതി അല്ലേ? വിട്ടു വിട്ടു മതി മതി. കഴിഞ്ഞില്ലേ? അത് ഞാൻ പൂക്കളിലേക്ക് കൂട്ടി വരുന്നു. എനിക്ക് രണ്ട് വാക്ക് പറയാം. മതി. നീ പറയുന്നത് ഒന്ന് രണ്ട് അല്ല, ഞാനിതിപ്പോ എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാല്ല. അങ്ങനെ പറയട്ടെ. അല്ല, സ്റ്റാർട്ടിങ് തൊട്ട് ചേച്ചിക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ. അല്ല, എന്റെ അഭിപ്രായം അങ്ങനെ ഇതായിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് ആശികേട്ടൻ ഭയങ്കര അടിപൊളിയാണ്. ആദ്യം വീണത് ബർത്ത്ഡേക്ക് ഒരു 18 പ്രോട്ടീൻ ബാർ എന്റെ വീട്ടിലേക്ക് എത്തി. സർപ്രൈസ് ആയിട്ട്. അതിലങ്ങനെ അത് എങ്ങനെയാ അത് ഇൻസ്റ്റാമാർട്ടിൽ എത്തിച്ചു. ഇൻസ്റ്റാമാർട്ടില് പ്രോട്ടീൻ ബാർ വാങ്ങിക്കാൻ ഒരു വീടുള്ളൂ. അപ്പൊ ഞാൻ കൺവിൻസ് ആയി. പിന്നെ ആള് അടിപൊളിയാണ്, ചില്ലാണ്. പബ്ജി ഒക്കെ കളിക്കും, ഇടയ്ക്ക് കളിക്കാൻ. കബാലി കബാലി പഴയ ഒരുമിച്ച് കളിക്കാറുണ്ടായിരുന്നു പബ്ജിയൊക്കെ. പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വിചാരിച്ചു അങ്ങനെ അത്രേ ഉള്ളൂ. കഴിഞ്ഞല്ലേ? ചക്കരയാണ് പാർട്ട്ണർ ആവാൻ പോണേന്ന് അറിഞ്ഞപ്പോ ഉണ്ടായൊരു എന്ത് തോന്നി? റിയാക്ഷൻ എന്ത് തോന്നി? പറയൂ. ആദ്യം എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു കേട്ടാ. ഉണ്ടായിരുന്നു. പിന്നെ പിന്നെന്താ എന്തൊക്കെ ഞാൻ പറഞ്ഞേക്കണേ, എനിക്ക് തോന്നുന്നില്ല. അതെ, സങ്കല്പത്തിന് പറയുന്നുള്ളൂ. അറിഞ്ഞപ്പോ ഉള്ള റിയാക്ഷൻ ചക്കുന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ചക്കുന് അതിനേക്കാളും കൂടുതൽ അല്ലെ? കേൾക്കുന്നില്ല. ആണോ? പറയ്.
പറയൂ ഒന്നും ആ ആയില്ല. അത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. നല്ല കുട്ടി, അറിയണ കുട്ടി അങ്ങനെ. അപ്പൊ പിന്നെ ഓക്കെയാണ്, എല്ലാം കൊണ്ട് ഓക്കെ ആയപ്പോ സന്തോഷായി. അതെ. അപ്പൊ കഴിഞ്ഞു. കഴിഞ്ഞു. ആശിക്കാണ്ട് ഇനി വെറുതെ വിടാണോ അതോ വെറുതെ സമയായി. മതിയാ? മരുമകൾ പറയൂ എന്നിട്ട് പറയണ്ട. ചക്കൂര് പറ്റി ആരാ മേമ? അമ്മയമ്മ പറയൂ മേമേ. അമ്മ എഴുന്നേറ്റ് ഇപ്പൊ അമ്മ. എന്തിട്ട് പറയാൻ ചക്കുവിനെ പറ്റിട്ട് ഇപ്പൊ ഞാൻ എന്താ പറയണ്ടത്? ചക്കുവിനെ പറ്റിട്ട് മുമ്പ് എനിക്ക് ബിന്ദുവിനെ പറ്റിട്ടായിരുന്നു. ബിന്ദുവിനാണ് ഞാൻ ബിന്ദു ഭയങ്കര പോസിറ്റീവായിട്ട് എപ്പോഴും വർത്താനം പറയൊക്കെ ചെയ്യുമ്പോ ബിന്ദുവിനെ പോലത്തെ എപ്പോഴും ഇങ്ങനെ വർത്താനം പറയാൻ പറ്റിയ ഒരാളെ കിട്ടണം നല്ല ആശയുണ്ടായിരുന്നു. പിന്നെ കണ്ണൻ അത് പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ചക്കുവിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ചക്കു പിന്നെ നമ്മുടെ വീട്ടിലത്തെ കുട്ടി എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോ വെറുതെ ഞാൻ എന്റെ മനസ്സിലൊരു തോന്നല് ചക്കുനാന്ന് അന്വേഷിച്ചാലോ, ചോദിച്ചാലോ. പക്ഷെ ഞാൻ മോളോടൊക്കെ പറഞ്ഞപ്പോ മോള് പറഞ്ഞു അമ്മ എന്താ നമ്മുടെ വീട്ടിലത്തെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സമയത്ത് ചോദിക്കാണ്ട് ഇനി വിഷമം നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ ആരോടും പറയാണ്ട് നമുക്ക് പിന്നെ അത് കിട്ടുന്നില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല, എന്തായാലും ഉണ്ടാവണമെന്ന് വേണ്ടില്ല എന്ന് ഞാൻ ചോദിച്ചാ. പിന്നെ അങ്ങനെ ചക്കു സെറ്റായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു. ഞങ്ങൾക്ക് അത്രയും ആശിച്ച പോലെ കിട്ടിയ പോലെ ഇപ്പൊ സന്തോഷമായി. പിന്നെ ചക്കുവിനെ പറ്റി എന്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും കൊണ്ടും അല്ല എല്ലാവരും അടുത്ത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടാണ് വർത്താനം പറയാനുള്ളത്. സ്നേഹമായാലും എല്ലാവരും അടുത്ത് നന്നായിട്ട് പെരുമാറുന്ന അറിയാം ആൾക്ക്. പിന്നെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ ഇപ്പൊ ആഷിഖിനെല്ലാം ഗൈഡ് ചെയ്യാൻ ഒരാളുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതും ചക്കുന്റെ കയ്യില് നന്നായിട്ട് ഭദ്രാണെന്ന് തോന്നി. പിന്നെ ചിലപ്പോ സമ്പാദിക്കാനുള്ള കഴിവുണ്ടാവും, പക്ഷെ അത് എങ്ങനെ അപ്പൊ അത് ചക്കു നന്നായിട്ട് ഞാൻ ചക്കുവിന്റെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചക്കുവിനെ കുറച്ചിങ്ങനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയപ്പോ ചക്കു ഭയങ്കരമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്ടപ്പോ എനിക്ക് മനസ്സിലായി ചക്കു നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ നോക്കിയപ്പോഴും എനിക്ക് എല്ലാം കൊണ്ടും ഓരോ പോസിറ്റീവ് മാത്രം ഇങ്ങനെ കയറി വന്നപ്പോ ഞാൻ ഉറപ്പിച്ചു. ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ചോണ്ട് എടുത്തു. പിന്നെ 4 ചെറുതുകൊണ്ട് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ദൈവം സഹായിച്ചു ചിലപ്പോ ഇത് മുൻ ജന്മത്തിലുള്ളതായിരിക്കാൻ തോന്നുന്നത് അതും ചേർന്നു. അപ്പൊ അങ്ങനെ എല്ലാതും കൊണ്ട് 10-8 പേർത്തൊക്കെ വന്നപ്പോ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. അങ്ങനെ നല്ലൊരു കുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടി. അത് കലക്കി അടിപൊളി. ചക്കു അടിപൊളി, സംശയമുള്ള പോലെയൊക്കെ അടിപൊളിയാണ്. ആലോചിച്ചിട്ടൊക്കെ കുറച്ചാൾ മുന്നേ ആണെങ്കിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായേനെ. പക്ഷെ എനിക്ക് മംഗലാപുരത്ത് ചക്കു വന്നത് പിന്നെ ഞങ്ങള് ഭയങ്കര കണക്ട് ആയി. അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ അന്വേഷിക്കാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. ആ ഒരു ബോണ്ടിങ് ഇനി ചിലപ്പോ ചോദിച്ചാൽ അങ്ങനെ മനസ്സിലേക്ക് എടുക്കുമല്ലോ, അതൊരു പ്രശ്നമാവോന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചക്കു നോക്കി അത് ഷോക്ക്. പിന്നെ ഹാപ്പി നല്ല. പിന്നെ എനിക്കും കൂടി അമ്മൂനെ പോലെ തന്നെ എനിക്ക് നല്ല കമ്പനി ആവാൻ പറ്റിയ 2 നാത്തൂന്മാരെ എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. 2 ആളും എനിക്ക് പറ്റിയ ആൾക്കാർ, 2 ചായ കമ്പനി. അമ്മന്റെ കൂടെ ഞാൻ കൂടുതൽ ജ്യൂസ് കുടിക്കാനും ബർഗർ കഴിക്കാനൊക്കെ കൂടുതൽ വേറെ. ഇവിടെ ചായ കുടിക്കാനും ബിരിയാണി ചക്കൻ്റെ കൂടെ. അതെ, അതുപോലെ 2 പേരും ഭയങ്കര അടിപൊളിയാണ്. ചക്കു അതിപ്പോ മുന്നേ കണ്ടൊരു ഇതിലൊരു മുന്നേ കണ്ട കീർത്തിച്ചുണ്ട്. മന്തി എന്ന് പറഞ്ഞാൽ കീർത്തിച്ചില്ലാണ്ട് ഇവിടെ നമ്മൾ അനുഭവമില്ല. എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നു. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണെന്ന്. എല്ലാവരുടെ കല്യാണങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിലും സ്വന്തം മകളുടെ ഒരു കല്യാണ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ചക്കര എന്ന് പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യയാണ്. ചക്കര ഞങ്ങളുടെ വീട്ടിലെ നിലവിളക്കാണ്.
2 പോയിന്റ് 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ബിന്ദു പറയണ്ടെങ്കിലും ഞാനൊക്കെ അതൊന്നും കാര്യമായിട്ട് ഗവനിക്കാറില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു കല്യാണ കേസ് വന്നപ്പോ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ ഒരു മരുമകനെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. പിന്നെ ടോവിനോക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു അതെ. അപ്പൊ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു പിടിച്ച കണ്ണട പറഞ്ഞ പോലെ തന്നെ അവനാന്റെ മോളുടെ കാര്യം വന്നപ്പോ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും കൈവറക്കലും കാര്യങ്ങളും. മാമ വരുന്നു വേഗം ആവുക, എല്ലാവരും അങ്ങനെ ആവുക, ഒരു വിറയിലും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ വരികയെന്ന് പറയുമ്പോ നമ്മള് ആലോചിച്ചു. നമ്മള് ഓരോരുത്തരുടെ മക്കളുടെ കല്യാണ കാര്യം നമ്മള് പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിത പറഞ്ഞ പോലെ തന്നെ നമുക്ക് കവിതേനെ പോലും ജിജേട്ടനെ പോലും എന്ന് വെച്ചാൽ നമുക്ക് അത്രയും അറ്റാച്ച്മെന്റ് അവര്. അതൊന്ന്. രണ്ടാമത്തെ കേസ് ആഷിഖിനെ നമ്മൾ ഇങ്ങനെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല നമുക്കൊരു മോനായിട്ട് കിട്ടുന്നുള്ളത്. എന്താന്ന് വെച്ചാൽ നമ്മളങ്ങനെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം എനിക്കാകെ ഭയങ്കര ദൈവം എനിക്കത് കിട്ടുന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ കണ്ണേട്ടൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ വേറെയുണ്ട്. അപ്പൊ നല്ല ടെൻഷനായിരുന്നു. കണ്ണേട്ടൻ സമ്മതിച്ചപ്പോ പിന്നെ അതില് 100 എന്നുള്ള 101 അങ്ങനെ ഭയങ്കര സന്തോഷായി. പിന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് നമ്മൾ വരുമ്പോ നമ്മളിങ്ങനെ എല്ലാവരുടെ അടുത്തും ഓടി നടന്ന് സപ്ലൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്തും പണിയെടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് വന്നപ്പോ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാനൊരു വിഷമം. അപ്പൊ ഒരു കല്യാണത്തിന്റെ ഒരു ചെക്കന്റെ വീട്ടിൽ പോയതിന്റെ ഒരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ആഷിഖ് മോനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനം. അങ്ങനെ സന്തോഷം എല്ലാം കൊണ്ടും. സന്തോഷം.